ഹരേ കൃഷ്ണ. ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം നോക്കാം. വൈകുണ്ഠവാസിനോ യേ ച വൈഷ്ണവാ ഉത്ഥവാദയഃ തത്കഥാശ്രവണാർത്ഥം തേ ഗൂഢരൂപേണ സംസ്ഥിതാഃ. വൈകുണ്ഠവാസിനോ യേ ച വൈഷ്ണവാ ഉത്ഥവാദയഃ. വൈകുണ്ഠവാസിനോ, വൈകുണ്ഠത്തിൽ വസിക്കുന്നവരായിട്ടുള്ള വൈഷ്ണവന്മാരായിട്ടുള്ളവർ, വിഷ്ണു ഭക്തരായിട്ടുള്ളവർ. അതിന് എടുത്തു പറഞ്ഞൊരു ഉദാഹരണം ഉത്ഥവാദയ, ഉത്ഥവർ ആദിയായിട്ടുള്ളവർ. അപ്പോൾ വിഷ്ണു ഭക്തരിൽ വ്യാസഭഗവാൻ ആദ്യം എടുത്തു പറഞ്ഞത് ഉത്ഥവരെയാണ്. അതായത് വിഷ്ണു ഭക്തരിൽ ആരൊക്കെയാണ് എന്ന് സമർത്ഥിക്കുന്നതിന് ഉത്ഥവരാദിയായിട്ടുള്ളവർ എന്നാണ് വ്യാസഭഗവാൻ പറഞ്ഞത്. കാരണം അത്രമാത്രം ഭഗവാനോട് ചേർന്ന് ജീവിച്ച, ഭഗവാനെ അത്രമാത്രം തൻ്റെ ഉള്ളിലേക്ക് എടുത്തിരുന്ന, ഭഗവാന് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു, ഒരു സുഹൃത്തിയായിരുന്നു ഉത്ഥവർ. ഉത്ഥവർക്ക് ആ ഗോപസ്ത്രീകളെയൊക്കെ കണ്ടപ്പോൾ, ഭഗവാന്റെ ദൂതുമായി ഗോപസ്ത്രീകളുടെ അടുത്ത് പോയപ്പോൾ ഉത്ഥവർക്ക് ഗോപസ്ത്രീകളുടെ പാദങ്ങളിൽ വീണ് നമിക്കാൻ തോന്നിയതിന് കാരണം താൻ അത്ര കാലവും എത്രമാത്രം താനാണ് ഏറ്റവും വലിയ ഭഗവാന്റെ ആരാധകൻ അല്ലെങ്കിൽ ഭക്തൻ എന്ന് ചിന്തിച്ച് നടന്നിരുന്ന ഉത്ഥവർക്ക് തന്നെക്കാൾ വലിയ പ്രേമഭക്തിയുള്ള, അതും സാമാന്യനെയുള്ള വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആ ഗോപസ്ത്രീകൾക്ക്, അവർക്ക് വേദജ്ഞാനമോ തത്വജ്ഞാനമോ ഒന്നും അറിയില്ല, അവരൊരു ഗ്രന്ഥങ്ങളും അഭ്യസിച്ചിട്ടുമില്ല. എന്നിട്ടും തന്നേക്കാൾ നന്നായി കൃഷ്ണൻ എന്ന ആ തത്വത്തെ അറിഞ്ഞിരിക്കുന്ന ആ ഗോപസ്ത്രീകളെ കണ്ട് നമിക്കാൻ തോന്നിയ ഉത്ഥവരിലെ വലുപ്പം, ഭഗവത് ഭക്തിയുടെ ആ ഒരു വലുപ്പം, അത് നന്നായി അറിഞ്ഞ ആളാണ് വ്യാസഭഗവാൻ. അതുകൊണ്ട് ഇവിടെ എടുത്തു പറഞ്ഞു ഉത്ഥവർ ആദിയായിട്ടുള്ള വിഷ്ണു ഭക്തർ. അപ്പോൾ വിഷ്ണു ഭക്തരിൽ മുമ്പനായി വ്യാസഭഗവാൻ കാണുന്നത് ഉത്ഥവരെയാണ്. ഉത്ഥവര് ഗോപസ്ത്രീകളെ ആണെങ്കിൽ പോലും. അപ്പോൾ ഉത്ഥവരാദിയായിട്ടുള്ള വിഷ്ണു ഭക്തർ, എവിടെയുള്ള വൈകുണ്ഠത്തിൽ വസിക്കുന്നതായിട്ടുള്ള വിഷ്ണു ഭക്തർ, തത്കഥാശ്രവണാർത്ഥം, അങ്ങയുടെ കഥയെ കേൾക്കുന്നതിന് വേണ്ടി, ശ്രവിക്കുന്നതിന് വേണ്ടി, അതിനുള്ള ശ്രവണാർത്ഥം എന്ന് പറഞ്ഞാൽ അതിലൊരു തൽപരരായിട്ട്, തേ ഗൂഢരൂപേണ സംസ്ഥിത. തേ എന്ന് പറഞ്ഞാൽ അവിടെ എന്തിനു വേണ്ടിയിട്ട്, അങ്ങയുടെ ആ ഒരു കഥ കേൾക്കുന്നതിനുള്ള താല്പര്യം കൊണ്ട് മാത്രം ഗൂഢരൂപേണ, വളരെ സൂക്ഷ്മമായ രൂപത്തിൽ, ഗൂഢമായ രൂപത്തിൽ, മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തതായിട്ടുള്ള രൂപത്തിൽ സംസ്ഥിത, അവിടെ വന്നു, ആ സഭയിൽ വന്നു വസിച്ചു. അപ്പോൾ ഈ ഭാഗവത മഹാത്മ്യം പറയാൻ പോകുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സഭയിൽ ഭഗവാൻ സ്വയമേവ വന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അല്ലേ. ആദ്യത്തെ 4 ശ്ലോകത്തിലായിട്ട് വ്യാസഭഗവാൻ പറഞ്ഞു. ഇപ്പോൾ പറയാണ് ഭഗവാൻ ഇങ്ങ് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവത് ഭക്തർക്ക് എവിടെയാ സ്ഥാനം എന്ന് ചോദിച്ചാൽ ഭഗവാൻ എവിടെ ഇരിക്കുന്നു അവിടേക്ക് അവരും എത്തിച്ചേരും. അതുകൊണ്ട് ആ സാക്ഷാൽ വൈകുണ്ഠ ലോകത്തിലായിരുന്നിട്ട് പോലും അവിടെ താമസിച്ചിരുന്ന ഉത്ഥവരാദിയായിട്ടുള്ള മറ്റു വൈഷ്ണവ ഭക്തന്മാർ ഭഗവാൻ പോന്നപ്പോൾ ഇവിടേക്ക് ഇങ്ങ് പോന്നു. എന്താ, അവർക്കുമൊക്കെ എന്തേ വേണ്ടു, എപ്പോഴും ഭഗവത് കഥകൾ കേൾക്കണം. അപ്പോൾ അതുകൊണ്ട് അതിനായിട്ട് ഇവിടെ വന്ന് ഗൂഢരൂപത്തിൽ, സൂക്ഷ്മരൂപത്തിലാണ് വന്ന് ഈ സഭയിൽ പ്രവേശിച്ച് അവിടെ വസിച്ചത്, അവിടെ ഇരുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. വൈകുണ്ഠവാസിനോ യേ ച വൈഷ്ണവാ ഉത്ഥവാദയഃ തത്കഥാശ്രവണാർത്ഥം തേ ഗൂഢരൂപേണ സംസ്ഥിതാഃ. ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഉത്ഥവാദയഃ അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ സംസ്ഥിതാഃ അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം. ഇത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ആ ശ്ലോകം എളുപ്പമുള്ളതാണ്. ആ ഒരു ശ്ലോകം. ഇനി 6ാമത്തെ ശ്ലോകം. തഥാ ജയ ജയാരാവോ രസപുഷ്ടിരലൗകികീ
ചൂർണപ്രസൂനവൃഷ്ടിശ്ച മുഹുഃ ശംഖരവോപ്യഭൂത്. അപ്പോൾ ഇവരൊക്കെ ഭഗവാൻ എത്തി. ഭഗവാനോടൊപ്പം വൈകുണ്ഠലോകത്തിൽ കഴിഞ്ഞിരുന്നവരൊക്കെ എത്തി. ഇവിടെ വന്ന് സൂക്ഷ്മരൂപത്തിൽ ഗൂഢരൂപത്തിൽ വന്ന് ഇരിപ്പുറപ്പിച്ചു. ഇനിയും എന്താണ് അവിടെ നടന്നതെന്ന് ചോദിച്ചാൽ തഥാ ജയ ജയാരാവോ, തഥാ അപ്പോൾ ജയ ജയാരാവോ എന്ന് പറഞ്ഞാൽ ജയ ജയ എന്ന ശബ്ദഘോഷം രസപുഷ്ടിരലൗകികി. ഈ അലൗകികി, രസപുഷ്ടി അലൗകികിയാണ്, രസപുഷ്ടിരലൗകികി. ഇവിടെ അലൗകികി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കാണപ്പെടാത്തതായിട്ടുള്ള ഒരു രസപുഷ്ടി, അതായത് ഭഗവത് കഥാശ്രവണത്തിനോടുള്ള ഒരു രസത്തിൻ്റെ പുഷ്ടി എന്നാൽ അഭിവൃദ്ധി. അതെങ്ങനെയാണ് മറ്റൊരാളിന് കണ്ടറിയാൻ കഴിയുക, അല്ലേ? നമുക്ക് ഭഗവാനെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ കാണാൻ കഴിയാത്തതുപോലെ തന്നെയാണ് ഭഗവത് കഥകൾ ശ്രവിക്കാൻ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന രസത്തെയും അല്ലെങ്കിൽ ആ താല്പര്യത്തെയും, ഭഗവത് കഥ ശ്രവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ആനന്ദാമൃതാനുഭവത്തെ, ആനന്ദരസത്തെ മറ്റാർക്കും കാണാൻ കഴിയുന്നതല്ല. കാരണം ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഭഗവാനെ പോലെ തന്നെ നമുക്ക് ഭഗവാനെ എപ്രകാരം നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയില്ലയോ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല, ചെവികൾ കൊണ്ട് കേൾക്കാൻ കഴിയില്ല, മൂക്കുകൊണ്ട് മണത്തറിയാൻ കഴിയില്ല ഭഗവാനെ, നാവ് കൊണ്ട് രുചിച്ചറിയാൻ കഴിയില്ല, സ്പർശനം കൊണ്ടും അറിയാൻ കഴിയില്ല. മറിച്ച് ഇതുകൊണ്ടൊന്നും അറിയാൻ കഴിയാത്ത ഒന്നിനെ, ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ഒന്നിനെ നമ്മൾ ഏതൊരു സൂക്ഷ്മമായ ഒന്നിലൂടെ അറിയുന്നുവോ, ഏതൊരു സൂക്ഷ്മമായ ചൈതന്യം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഇതൊക്കെ അറിയാൻ കഴിയുന്നുവോ, ആ സൂക്ഷ്മ ചൈതന്യത്തെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്തതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അറിയാൻ കഴിയാത്ത ഒന്നാണ് ആ രസപുഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ രസപുഷ്ടിയും അതേപോലെ അവിടെ നടന്ന കാര്യങ്ങൾ എന്താണ്, ആ ഒരു രസപുഷ്ടി എല്ലാവർക്കും ഭഗവാന്റെ കഥ കേൾക്കുവാനുള്ള ഒരു താല്പര്യം അങ്ങനെ വല്ലാതെ വർദ്ധിച്ചു. അതിനോടുള്ള ഒരു രസം, അത് കേൾക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു അമൃതരസം അതങ്ങനെ വല്ലാതെ വർദ്ധിച്ചു. പിന്നെയോ ചൂർണപ്രസൂനവൃഷ്ടിശ്ച മുഹു ശംഖരവോപ്യഭൂത്. ഇവിടെ ഇപ്പോൾ വൈഷ്ണവ ഭക്തന്മാരെല്ലാം, മുത്തവാദികളായിട്ടുള്ള വൈഷ്ണവ ഭക്തന്മാരെല്ലാം എത്തി, സാക്ഷാൽ ഭഗവാൻ എത്തി, ഭക്തിദേവി എത്തി, പുത്രന്മാരായ ജ്ഞാനവൈരാഗ്യങ്ങൾ എത്തി, എല്ലാവരും എത്തിച്ചേർന്നപ്പോൾ പിന്നെ അവിടുത്തെ ആ ഒരു അന്തരീക്ഷമാകെ മാറി. ജയ ജയ ശബ്ദം മാത്രം ഭഗവാൻ എവിടെയും മുഴങ്ങിക്കേട്ടു. പിന്നെയോ എല്ലാവർക്കും ഭഗവത് കഥകൾ കേൾക്കാനുള്ള അദമ്യമായ ഒരു അഭിവാഞ്ച, ഒരു താല്പര്യം അങ്ങനെ വല്ലാതെ വർദ്ധിച്ചു. പിന്നെയോ ചൂർണപ്രസൂനവൃഷ്ടിശ്ച. ചൂർണ എന്ന് പറഞ്ഞാൽ ചൂർണം പൊടിയാണ്. ഇവിടെ ചൂർണ എന്ന് പറഞ്ഞിരിക്കുന്ന മലർപ്പൊടി. അതേപോലെ പ്രസൂനം എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങൾ. വൃഷ്ടിശ്ച അതൊക്കെ അങ്ങനെ വർഷിച്ചു. അപ്പോൾ മലർപ്പൊടി, പുഷ്പങ്ങൾ അതൊക്കെ അങ്ങനെ വർഷിച്ചു. മുഹോ എന്ന് പറഞ്ഞാൽ വീണ്ടും. പിന്നെയോ ശംഖരവോപ്യഭൂത്. ശംഖരഹ അപി അഭൂതാണ്. ശംഖരവോപ്യഭൂത്. ശംഖനാദങ്ങൾ അങ്ങനെ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏതാണ്ടൊരു ആത്മീയമായ ഒരു സദസ്സിൻ്റെ, സഭയുടെ ആ ശബ്ദഘോഷങ്ങളെല്ലാം അങ്ങനെ അതിൻ്റെ ആ ഉത്തുംഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അന്തരീക്ഷത്തിലെ ആത്മീയതയുടെ ആ ഒരു പോസിറ്റിവിറ്റി ആളുകളുടെ ഉള്ളിലല്ല, അവിടെ കൂടിയിരുന്ന എല്ലാ സുഹൃത്തുക്കളുടെയും ഉള്ളിൽ ഒന്നു മാത്രമായി മാറിയിരിക്കുന്നു. ഭഗവത് കഥകൾ കേൾക്കാനുള്ള താല്പര്യത്താൽ ആ ഒരൊറ്റ നമ്മൾ പറയില്ല, ഒരൊറ്റ ഫ്രീക്വൻസിയിലായി അവരുടെയൊക്കെ ചിന്തകൾ, മനസ്സ് മുഴുവൻ ഒന്നായി തീർന്നു. എല്ലാവർക്കും ഒന്നു മാത്രം ഭഗവാൻ, ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ, ലീലകൾ കേൾക്കുവാൻ ഒരൊറ്റ മനസ്സോടുകൂടി എല്ലാവരും ഇരിപ്പായി. അവിടെ ആ ഒരു ജയ ജയ ശബ്ദം ഭഗവാന് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതുപോലെ ഈ കഥ കേൾക്കുവാനുള്ള താല്പര്യം അത് എല്ലാവരിലും അടക്കാനാവാത്ത ഒരു അദമ്യമായിട്ടുള്ള ഒരു ആഗ്രഹമായിട്ട് അതങ്ങനെ വർദ്ധിച്ചു വരുന്നു.
പിന്നെയോ മലർപ്പൊടിയും പുഷ്പങ്ങളുമൊക്കെ ധാരാളം വർഷിക്കപ്പെടുന്നുണ്ട്. ഭഗവാനെ ആർക്കാ ഈ പുഷ്പവൃഷ്ടിയൊക്കെ? സത്യത്തിൽ ഭഗവാന് തന്നെയാണ്. കാരണം എല്ലാ സജ്ജനങ്ങളുടെയും ഉള്ളിൽ ഇപ്പോൾ ആരാണ് കുടിയിരിക്കുന്നത്? സാക്ഷാൽ ഭഗവാൻ തന്നെ. ആ ശ്രീകൃഷ്ണ ഭഗവാൻ വൈകുണ്ഠലോകം പോലും ഉപേക്ഷിച്ച് ഇവിടെ ഓരോ ഭക്തൻ്റെയും ഉള്ളിൽ, ആ നിർമ്മലമായ ചിത്തത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ കുടിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുഷ്പവൃഷ്ടിയൊക്കെ നടത്തപ്പെട്ടിരിക്കുന്നത് ആ ഭഗവാന് തന്നെയാണ്. എല്ലാവരും ഭഗവത് സ്വരൂപമായി മാറിയിരിക്കുന്നു. ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിൽ തൽപരരായിട്ട് ഭഗവാനിങ്കിൽ മാത്രം മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് കഴിയുന്ന ഭഗവത് സ്വരൂപമായി മാറിയിരിക്കുന്നു. അവരുടെ മുകളിലേക്ക് മലർപ്പൊടിയും പുഷ്പങ്ങളുമൊക്കെ വർഷിക്കപ്പെട്ടു. ശംഖനാദങ്ങൾ അങ്ങനെ ശംഖരവോപ്യഭൂത്, ശംഖരവം ശംഖനാദങ്ങൾ അഭൂത് എന്ന് പറഞ്ഞാൽ ഉണ്ടായി. ശംഖനാദവും അങ്ങനെ ഉറക്കെ മുഴങ്ങാൻ തുടങ്ങി. ഇനിയും ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തഥാ ജയ ജയാരാവോ രസപുഷ്ടിരലൗകികീം ചൂർണപ്രസൂനവൃഷ്ടിശ്ച മുഹുഃ ശംഖരവോപ്യഭൂത്. ഈ ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: രസപുഷ്ടിരലൗകികി, രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്തത് മുഹു, അവിടെയൊരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ ശംഖരവോപ്യഭൂത്, ആ ശംഖരവോപി അഭൂതാണ്, അതുകൊണ്ട് പ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. തത്സഭാ സംസ്ഥിതാനാം ച ദേഹഗേഹാത്മവിസ്മൃതി ദൃഷ്ട്വാ ച തന്മയാവസ്ഥാം നാരദോ വാക്യമബ്രവീത്. തത്സഭാ സംസ്ഥിതാനാം ച, തത്സഭാ സംസ്ഥിതാനാം, തത് അവിടെ സഭ, ആ സഭയിൽ, അവിടെ ആ സഭയിൽ സംസ്ഥിതാനാം, അവിടെ ഇരുന്നവർ, അവിടെ വന്ന് ഉണ്ടായിരുന്നവർ, ച ദേഹഗേഹാത്മവിസ്മൃതി, ദേഹമെന്നും ഗേഹമെന്നുമുള്ള ആ ഒരു ആത്മവിസ്മൃതി മറന്നിരിക്കുന്നു. തന്നെയും മറന്നിരിക്കുന്നു. തൻ്റെ വീടെന്നുള്ള തൻ്റെ ഗൃഹം അല്ലെങ്കിൽ മറ്റുള്ള ബന്ധങ്ങൾ ഇതെല്ലാം മറന്നിരിക്കുന്നു ഇപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആ സുഹൃതികൾക്കൊക്കെയും. അങ്ങനെ ദൃഷ്ട്വ, കണ്ടിട്ട്, ച തന്മയാവസ്ഥാം നാരദോ വാക്യമബ്രവീത്. ഇവിടെ തന്മയാവസ്ഥാം, ഇവിടെ ചില ബുക്കുകളിൽ പാഠഭേദം കാണാം, തന്മായാവസ്ഥാം എന്നും പറയാറുണ്ട്. രണ്ടും ഒരു തരത്തിൽ ഒന്ന് തന്നെയാണ്. കാരണം തന്മയാവസ്ഥാം, തന്മയ അവസ്ഥാം, തൻ്റെ യഥാർത്ഥ അവസ്ഥ, സ്വരൂപം അല്ലെങ്കിൽ ഇരിപ്പ് എന്താണെന്ന് നന്നായി അറിഞ്ഞുകൊണ്ട്, താൻ എവിടെയാണ് നിലനിൽക്കുന്നത്, താൻ ആരാണ്, താൻ എന്താണെന്നുള്ള തൻ്റെ ആ ഒരു ആത്മതത്വത്തെ നന്നായി അറിഞ്ഞുകൊണ്ട്, തന്മയ അവസ്ഥ, തൻ്റെ തന്നെ അവസ്ഥയെ, താൻ ആരാണെന്നുള്ള ആ ഒരു നിലനിൽപ്പ് നന്നായി അറിഞ്ഞുകൊണ്ട്, അറിയുന്നവരായിട്ട് ബാക്കി ദേഹഗേഹാദികളെല്ലാം, അതായത് നമ്മുടെ ശരീരമെന്നും നമ്മൾ ആരാണെന്നും നമ്മുടെ അഭിമാനബോധം, നമ്മുടെ അഹങ്കാരം, ഇതെല്ലാം കാമക്രോധങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല, എല്ലാം വിട്ടുപോയിരിക്കുന്നു. വീടില്ല, ബന്ധുക്കളില്ല, ബന്ധനങ്ങളില്ല, ഒന്നുമില്ല, എല്ലാത്തിൽ നിന്നും മുക്തരായിട്ടാണ് ഇപ്പോൾ ആ സുഹൃതികൾ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ദേഹവും ഗേഹവും എല്ലാം മറന്നുകൊണ്ട് തന്മയാവസ്ഥ, തൻ്റെ തന്നെ ശരിയായ അവസ്ഥയെ അല്ലെങ്കിൽ താൻ ആരാണെന്നുള്ള ആ അസ്തിത്വത്തെ അറിയുന്നവരായി കണ്ടിട്ട്, ഇനിയും തന്മായാവസ്ഥ എന്നാണെങ്കിൽ ഭഗവാനെ അങ്ങയുടെ മായ, ആ അവസ്ഥയിലേക്ക്, കാരണം അങ്ങയുടെ മായ വർത്തിച്ചതുകൊണ്ട് ഈ മറ്റുള്ള ഭൗതികമായ ദേഹഗേഹ ചിന്തകളെല്ലാം വിട്ടിട്ട് അങ്ങയുടെ ആ ഒരു മായയിൽ അങ്ങനെ പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെയുള്ള സുഹൃതികളൊക്കെയും. അപ്പോൾ അത് കണ്ടിട്ട്, ദൃഷ്ട്വ കണ്ടിട്ട്, നാരദോ വാക്യമബ്രവീത്, നാരദ, ആ ശ്രീ നാരദ മഹർഷി വാക്യമബ്രവീത്, അബ്രവീത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു, വാക്യം ഇപ്രകാരം ഉള്ള വാക്കുകളെ പറഞ്ഞു. ഇനിയും നാരദ മഹർഷി എന്താണ് പറഞ്ഞതെന്നൊക്കെ നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം. അപ്പോൾ ഇവിടെ നാരദ മഹർഷി എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇവിടെ നാരദ മഹർഷിക്ക് തന്നെ വളരെ അത്ഭുതം തോന്നി. ആ കൂടിയിരിക്കുന്ന സുഹൃതികളെല്ലാം തന്നെയും
ഒരൊറ്റ മനസ്സോടുകൂടിയിരിക്കുക. ബാഹ്യമായ മറ്റെല്ലാത്തിൽ നിന്നും മനസ്സ് വിടുവിച്ചുകൊണ്ട്, അഥവാ താനെ വിട്ടുപോയിരിക്കുന്ന അവർ പോലും അറിയാതെ അവരങ്ങനെ മതിമറന്നിരിക്കുകയാണ് ആ ഭാഗവത കഥ കേൾക്കുന്നതിനായിക്കൊണ്ട്. കാരണം ഇപ്പോൾ അവരുടെ ഉള്ളിൽ കുടിയിരിക്കുന്ന ആ ഭഗവാന്റെ മായ അവരിൽ നന്നായി അങ്ങനെ വിളങ്ങുന്നുണ്ട്. ആ മായ കൊണ്ടാണ് അവർ സംബന്ധമായിട്ടുള്ള ദേഹഗേഹാദികളൊക്കെയും അവനവനെ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളാണ് അല്ലേ. മറ്റ് നമ്മുടെ ദേഹഗേഹാദികളായിട്ടുള്ള വിഷയങ്ങളൊന്നും മറ്റൊരാൾക്കും വിഷയമല്ല. ഓരോരുത്തർക്കും അവരവരുടെ ദേഹഗേഹാദികളുണ്ട്. അത് അഭിമാനത്തിൻ്റെ തലത്തിലാണെങ്കിലും അപമാനത്തിൻ്റെ തലത്തിലാണെങ്കിലും കാമക്രോധാദികളുടെ തലത്തിലാണെങ്കിലും ഏത് തലത്തിലെടുത്താലും വികാര വിചാരങ്ങളുടെ എല്ലാം തലത്തിൽ ഓരോരുത്തരും മറ്റൊരാളിൽ നിന്നും വിഭിന്നരാണ്, വ്യത്യസ്തരാണ്. ഇപ്പോൾ ചിലർക്ക് ഭയങ്കര അഭിമാനബോധം വല്ലാതെ കൂടുതലുള്ളവരായിരിക്കും അല്ലേ. ഈഗോ എന്നൊക്കെ നമ്മൾ പറയും. പെട്ടെന്ന് അവരുടെ ഈഗോ ഹേർട്ടാവും എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ. ചിലർക്കാകട്ടെ അവർ പറഞ്ഞിട്ട് പോകട്ടെ എന്നുള്ള ഒരു കുറച്ചുകൂടി ലാഘവത്തോടെ ഓരോ സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ വ്യക്തിയും മറ്റൊരാളിൽ നിന്നും തീർത്തും വ്യത്യസ്തരാണ്. എന്നിരുന്നിട്ടും ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത് ഒരൊറ്റ അവസ്ഥയിലാണ്, ഒരേ മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അവരുടെ ഉള്ളിൽ ഈ വിഭിന്നങ്ങളായിട്ടുള്ള ദേഹഗേഹാദി ചിന്തകളൊന്നും തന്നെ ഇല്ലാതിരിക്കുന്നത് കണ്ടിട്ട് നാരദ മഹർഷി പ്രകാരം പറഞ്ഞു. ആ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം. ഇപ്പോൾ ഈ ഒരു ശ്ലോകം ഒന്നുകൂടി നോക്കാം. തത്സഭാ സംസ്ഥിതാനാം ച ദേഹഗേഹാത്മവിസ്മൃതി ദൃഷ്ട്വാ ച തന്മയാവസ്ഥാം നാരദോ വാക്യമബ്രവീത്. വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തത്സഭാ സംസ്ഥിതാനാം, അതൊക്കെ ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ ദേഹഗേഹാത്മവിസ്മൃതി, അവിടെയും ചേർത്തും വായിക്കണം. ഒപ്പം അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. പിന്നെ നമ്മൾ മുൻപ് പറഞ്ഞാൽ തന്മയാവസ്ഥാം അല്ലെങ്കിൽ തന്മായാവസ്ഥാം രണ്ടും ശരി തന്നെയാണ്. വാക്യം അബ്രവീത്, അവിടെ വാക്യം അബ്രവീതാണ്. അപ്പോൾ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. വാക്യം അബ്രവീത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് 8ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.